ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ചിക്കൻ കുഴിമന്തി റെസിപ്പിയാണ്. ചിക്കൻ വലുതായി കട്ട് ചെയ്തതാണ്. ആദ്യം തന്നെ ചിക്കൻ നന്നായി കഴുകിയെടുക്കാം. ഇതിനു വേണ്ടി 2 ക്യാപ്സിക്കം അരിഞ്ഞെടുക്കാം. കഴുകി വെച്ച ചിക്കൻ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക. കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചതച്ചെടുത്ത ചിക്കൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കനിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 സ്പൂണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കുരുമുളകും, മാഗി ക്യൂബും ചെറിയ ജീരകവും ഓയിലും ചേർത്ത് കൊടുക്കുക. ചിക്കൻ വലിയ പീസുകളായതുകൊണ്ട് നമുക്ക് ചെറിയ ചട്ടിയിൽ കുഴച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് വലിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചിക്കൻ കുഴച്ചെടുക്കാം. മസാലയൊക്കെ ചിക്കനിലേക്ക് ആവുന്നത് പോലെ കുഴച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കാം. അരി നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കാം. അടുപ്പ് കത്തിച്ചു കൊടുത്ത് അതിലേക്ക് റൈസ് വേവിക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ഇടാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരച്ചെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 കിലോ അരിക്ക് 2 കപ്പ് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉണക്കനാരങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം. നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ വേവിച്ചെടുക്കുക. കുറച്ച് ഓയിലും കുരുമുളകും ചേർത്ത് കൊടുക്കുക. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ഇവിടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ചിക്കനും വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 1 കിലോ കുഴിമന്തിൻ്റെ റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് കഴിഞ്ഞ് അരിയും വെന്ത് കഴിഞ്ഞ് ചിക്കനിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ചിരട്ട കത്തിച്ച് അതിലേക്ക് സ്വല്പം ഓയിൽ ഒഴിച്ച് നന്നായി അടച്ചു വെച്ച് വേവിക്കുക. കുഴിമന്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു.